प्रेम ईश्वर है, ईश्वर प्रेम है। हर धड़कन में साई समा है, ईश्वर प्रेम है। प्रेम ईश्वर है, ईश्वर प्रेम है. ഭഗവാന്റെ പാതാരബിന്ദത്തിൽ സാഷ്ടാംഗ പ്രണാമം. ജയ് സായിറാം. ഭഗവാന്റെ മിഷൻ എന്താണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ എഡിഷൻ തൊട്ട് ഭഗവാന്റെ കാരുണ്യത്താൽ നമ്മൾ കേട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഭഗവാന്റെ മിഷൻ്റെ ആദ്യത്തെ ഭാഗം ധർമ്മം, ആ യുഗത്തിൻ്റെ ധർമ്മം ക്ഷയിക്കുമ്പോൾ അതിന് ശക്തി പകരാൻ നയമാർഗത്തോടെ വളരെ സോഫ്റ്റായിട്ട് ഭഗവാൻ ധർമ്മം പുനഃസ്ഥാപിക്കും എന്നുള്ള കാര്യം ഭഗവാൻ ആദ്യം പറയാണ്. അത് കഴിഞ്ഞ് ഭഗവാൻ പറയാണ്, രണ്ടാമത്തെ ആ മിഷൻ്റെ രണ്ടാമത്തെ ഒരു ഘടകം, ടു റിമൂവ് ദ പൊല്യൂഷൻ ഓഫ് ദ ഹാർട്ട് വിച്ച് കോസസ് ഫാക്ഷൻസ് ത്രൂ ദ ബാം ഓഫ് ലവ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ, ആ മാലിന്യം കാരണം എന്താ സംഭവിക്കുന്നത്? ആ മാലിന്യകാര്യം കാരണം സംഭവിക്കുന്നത് നമ്മുടെ ഈ പല ഫാക്ഷൻസും ഗ്രൂപ്പിസവും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും അതെല്ലാം വരും. അപ്പോൾ അതെല്ലാം പ്രേമം എന്നുള്ള മരുന്ന് നമുക്ക് തന്നുകൊണ്ട് ഭഗവാൻ മാറ്റിത്തരും, ആ പൊല്യൂഷൻ മുഴുവൻ മാറ്റിത്തരും എന്ന് ഭഗവാൻ പറയാണ്. അതാണ് ഭഗവാന്റെ അവതാരത്തിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഡോക്ടർ സാമുവൽ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു സൈക്യാട്രിസ്റ്റ്, അദ്ദേഹം സ്വാമിയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയുണ്ടായി. ആ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് സായിബാബ ദ ഹോലി മാൻ എന്ന സൈക്യാട്രിസ്റ്റ് എന്നായിരുന്നു. രണ്ടാമത്തെ പുസ്തകം അദ്ദേഹം എഴുതിയപ്പോൾ അദ്ദേഹം ആദ്യം തീരുമാനിച്ച ടൈറ്റിൽ മാൻ ഇസ് ഗോഡ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ ഈശ്വരനാണ്. അപ്പോൾ നമ്മുടെ ഭാരതനാട്ടിൽ മനുഷ്യൻ തന്നെ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ അതൊരു പുതിയൊരു ആശയമല്ല. കാരണം അഹം ബ്രഹ്മാസ്മി, നമ്മൾ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ തത് ത്വം അസി, നമ്മുടെ മനുഷ്യർ തന്നെ ഈശ്വരൻ തന്നെ പ്രതിബിംബമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു നാടായതുകൊണ്ട് മനുഷ്യൻ തന്നെ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഇവിടെ അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ ഈ വിദേശത്തൊക്കെ പോയിട്ട് മനുഷ്യൻ തന്നെ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്വീകരിക്കുമോ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള സംശയം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഈ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോവാണ്. ഭഗവാന്റെ അടുത്ത് ഈ ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ ആ മാന്യൂസ്ക്രിപ്റ്റ് കാണിക്കാനുള്ളൊരു അതിൻ്റെ കൈകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത ആ പേപ്പറൊക്കെ കൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയി. അപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല, അപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അത് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനസ്സിൽ സംശയമുണ്ട്, കറക്റ്റ് ടൈറ്റിലാണോ ഇല്ലയോ എന്ന്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം, സ്വാമി ബ്ലസ് ചെയ്യണം, സ്വാമി ഭഗവാന്റെ സിഗ്നേച്ചർ ഓട്ടോഗ്രാഫ് ഒന്ന് ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് പ്രേ ചെയ്യാണ് ഡോക്ടർ സാമുവൽ സാൻഡ്വിച്ച്. അപ്പോൾ ഭഗവാൻ അത് സൈൻ ചെയ്തൊരു പ്രത്യേക രീതിയിലാണ് അത് സൈൻ ചെയ്ത് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാണ് ആ പുസ്തകം. ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ മാൻ ഇസ് ഗോഡ് എന്നുള്ളതായിരുന്നു ഒറിജിനൽ ടൈറ്റിൽ. സ്വാമി ഇവിടെ വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് സ്വാമി ഇവിടെ സൈൻ ചെയ്തു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം ഞാൻ കുറച്ചുകൂടി അടുത്തിങ്ങനെ കാണിച്ചു തരാണ്. അപ്പോൾ അവസാനം ഇത് സ്വാമി സൈൻ ചെയ്തതിന് ശേഷം ഈ ടൈറ്റിൽ വായിച്ചപ്പോൾ ആ ടൈറ്റിൽ തന്നെ മാറി, വിത്ത് ലവ് മാൻ ഇസ് ഗോഡ്. സാമുവൽ സാൻഡ്വിച്ച് ആദ്യം വിചാരിച്ച ടൈറ്റിൽ മാൻ ഇസ് ഗോഡ് എന്നായിരുന്നു. പക്ഷെ ഭഗവാൻ അതിൻ്റെ മുമ്പിൽ വളരെ മുഖ്യമായിട്ടുള്ളൊരു ഘടകം കൂട്ടിച്ചേർത്തു, വിത്ത് ലവ് മാൻ ഇസ് ഗോഡ്. മാൻ ഇസ് ഗോഡ് എന്നുള്ളത് ശരിയാണ്, മനുഷ്യൻ ഈശ്വരനാണെന്ന് ശരിയാണ്. പക്ഷെ മനുഷ്യനിലുള്ള ഈശ്വരീയത പ്രകടമാവുന്നത് എപ്പോഴാണ്? വിത്ത് ലവ്. പ്രേമം എല്ലാവർക്കും പകർന്നു കൊടുക്കുമ്പോൾ, പ്രേമം ജീവിതത്തിൻ്റെ ഓരോ ആക്ടിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അത് പ്രതിബിംബിക്കുമ്പോൾ അപ്പോഴാണ് മനുഷ്യൻ ഈശ്വരനാകുന്നത് എന്നുള്ളൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു സന്ദേശം ഭഗവാൻ പകർന്നു തരാണ്. അതാണ് നമ്മുടെ സ്വാമി വളരെ മഹത്തായിട്ടുള്ള വിഷയങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ വിത്ത് ലവ് മാൻ ഇസ് ഗോഡ്. ആ ലവ് എന്നുള്ള മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഭഗവാൻ മാറ്റിത്തരും.
അതാണ് ഭഗവാന്റെ അവതാരത്തിൻ്റെ ഒരു ഉദ്ദേശം, രണ്ടാമത്തെ ഘടകം എന്ന് ഭഗവാൻ പറഞ്ഞു വരുന്നു. ഭഗവാന്റെ കാരുണ്യത്താൽ മറ്റ് ഘടകങ്ങൾ എന്താണെന്നുള്ളത് ഇനി വരുന്ന എഡിഷൻസിൽ കാണാം. ജയ് സായിറാം.